പരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നാം എല്ലാവരും യേശുവിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുക. ഓരോ പ്രഭാതവും നമ്മെ ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ ഇന്നേ ദിവസം പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് സ്നേഹത്തിൽ വളരുവാൻ ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുക. ഇന്ന് നമുക്ക് പ്രത്യേകമായി ഇന്നത്തെ ദിവസത്തെ നിയോഗമായി പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിച്ച് ഹൃദയം തകരുന്ന വേദനയോടെ ദുഃഖത്തോടെ കഴിയുന്ന എല്ലാവരെയും ഓർക്കാം. അവരുടെയെല്ലാം സാമ്പത്തിക മേഖലകളിലും ജീവിത പ്രശ്നങ്ങളിലും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. അനേക മക്കളെ ഈ നിയോഗത്തോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാകാനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായം ഈ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുക. നാം എല്ലാവരും തിരുഹൃദയത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. നമുക്ക് ഈശോയുടെ വചനം ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവും അഭിഷേകവും ഉണ്ടാകുവാൻ, വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനോട് ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിച്ച് വചനം സ്വീകരിക്കുവാൻ ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം തിരുവചനം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഈശോ പറയുകയാണ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഈശോയുടെ ഹൃദയം ശാന്തതയുടെയും എളിമയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഹൃദയമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുക. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ
എപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ എല്ലാം വീടുകളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് ഒരുക്കി വച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയ രൂപമാണ്. അതായത് ഒരു വീടിൻ്റെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ആ തിരുഹൃദയമാണ് ആ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. എന്നതുപോലെ തന്നെ ഈശോയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ ഈശോ മനുഷ്യമക്കളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഹൃദയം കുത്തി തുറക്കപ്പെടുവാൻ അവൻ അനുവദിച്ചത്. ആ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് മറ്റൊന്നുമല്ല, അവൻ്റെ കരുണയും സ്നേഹവുമായിരുന്നു. അത് പുറത്തേക്ക് ഒഴുകുകയാണ്. ആ സ്നേഹവും കരുണയും പുറത്തേക്ക് ഒഴുകുന്നു. പൂർണ്ണമായും തന്നെ തന്നെ നൽകി ഈശോ മനുഷ്യമക്കളെ സ്നേഹിച്ചു എന്നതിൻ്റെ ഒരു അടയാളമാണ് കുത്തിത്തിറക്കപ്പെട്ട ഈ ഹൃദയം. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ ശാന്തശീലനാണ്, വിനയ ഹൃദയമുള്ളവനാ, എളിമയുള്ളൊരു ഹൃദയത്തോടു കൂടിയവനാണ് എന്ന്. അപ്പോൾ ഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോഴും അതിനുവേണ്ടി വേദനകൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും അതിനുവേണ്ടി ചാട്ടവാറുകൾ ഏറ്റപ്പോഴും ഈശോ എപ്പോഴും മൗനം പാലിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആയിത്തീരുക എന്നത് അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോ പ്രത്യേകമായി മാർഗ്രറ്റ് മേരി അലക്കോക്ക് എന്ന ആ വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് തിരുഹൃദയത്തെക്കുറിച്ച് പഠിപ്പിക്കുക. 1673-75 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് തന്നെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് എന്ന ഈ പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് ഈശോ തൻ്റെ ഹൃദയം അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, കരുണയും സ്നേഹവും സകലരോടും കരുണ കാണിക്കുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് നിനക്കും സ്വാഗതമെന്ന്. അപ്പോൾ സകലരോടും കരുണ കാണിക്കുന്ന ഹൃദയത്തിലേക്ക് ഈശോ ക്ഷണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഈശോ സ്നേഹിച്ചെന്ന് തൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഈശോയുടെ ഹൃദയം കരുണയുടെ ഹൃദയമാണ്, സ്നേഹത്തിൻ്റെ ഹൃദയമാണ്. അതിനാൽ തന്നെ നമുക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് അണയാം. ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ പാവത്തിന് അടിമകളാണ്, ബലഹീനതകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രത്യാശയുമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാണ്, യേശുവിൻ്റെ ഹൃദയത്തിങ്കിലേക്ക് കടന്നു വരുന്ന ഒരാളെപ്പോലും യേശു കൈവിടുകയില്ല. കാരണം അതിനുവേണ്ടിയാണ് അവൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടത്. അവൻ്റെ മുറിവേറ്റ ഹൃദയം മറ്റൊന്നിനു വേണ്ടിയും ആയിരുന്നില്ല, ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അതാണല്ലോ വചനം പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ പുത്രനെ പിതാവ് ലോകത്തിലേക്ക് നൽകി. പുത്രൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ട ആ ഹൃദയം അത് രക്ഷയ്ക്ക്, അനുഗ്രഹത്തിന് കാരണമായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഹൃദയം സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. സ്നേഹത്തിൻ്റെ ഉറവിടം, ആ ഹൃദയത്തിൽ കരുണയും സ്നേഹവും പ്രവഹിക്കുന്നുണ്ട്. അപ്പോൾ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിലാണ് ഈ സ്നേഹവും കരുണയും ഈ ലോകത്തിലേക്ക് പ്രവഹിക്കുന്നത്. കാരണം മനുഷ്യൻ പാപത്തിനടിമപ്പെട്ട്, ഈ ലോക ശക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ വചനം പറയും, ഉൽപ്പത്തി പുസ്തകം 6:6 പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം പരിതപിച്ചു, ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചു എന്ന്. അതായത് തിന്മകൾക്ക് അടിമപ്പെട്ട മനുഷ്യനെ നോക്കി ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എളിമയോടെ സ്നേഹത്തോടെ ആ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യനെ ഓർത്ത് യേശുവിൻ്റെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യും. ഒരു തെറ്റ് ചെയ്തപ്പോൾ ദൈവത്തിന് ഹൃദയം വേദനിച്ചുവെങ്കിൽ തെറ്റ് തിരിച്ചറിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അത് അവന് സന്തോഷമാണ്, യേശുവിന് സന്തോഷമാണ്. അതായത് നമ്മുടെ എല്ലാം തിരിച്ചു വരവ്, യേശുവിൻ്റെ ഹൃദയത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ്
എപ്പോഴും ആനന്ദത്തിൻ്റെ അടയാളമാണ്. യേശുവിന് ആനന്ദം നൽകുന്ന കാര്യമാണ്. കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ അവനേറ്റ മുറിവുകൾ, അവനേറ്റ ആ വേദന, ആ സഹനം, അത് അനുഗ്രഹമായി, സൗഖ്യമായി, രക്ഷയായി ഈ ലോകത്തിൽ സകലർക്കും നൽകപ്പെടുകയാണ്. അപ്പോൾ ഈശോയുടെ ആ ഹൃദയത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹത്തിലേക്ക് വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തിരുഹൃദയ ഭക്തി നമ്മൾ ലയോ 13 മാർപ്പാപ്പ പ്രത്യേകമായിട്ട് മനുഷ്യവർഗം മുഴുവനെയും യേശുവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നുണ്ട്. മനുഷ്യവർഗം മുഴുവനെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും അധികം സംരക്ഷണം, ഏറ്റവും അധികം അനുഗ്രഹം ലഭിക്കുന്നത് യേശുവിൻ്റെ തിരുഹൃദയത്തിൽ അണയുമ്പോഴാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയും തിരുഹൃദയ ഭക്തിയിൽ പ്രാർത്ഥിച്ച് ആ തിരുഹൃദയത്തിലേക്ക് നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു 9 ആഴ്ചയൊക്കെ ഈ ഒരു നിയോഗത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കപ്പെടുന്നതായിട്ട് ചരിത്രത്തിൽ തന്നെ പല അത്ഭുതങ്ങളും സംഭവങ്ങളും വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. തിരുഹൃദയ ഭക്തിയിൽ വളരുക. ഓരോ കുടുംബവും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. ഓരോ വ്യക്തിയെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. ഓരോ കുടുംബാംഗങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. കുടുംബത്തിലുള്ള എല്ലാവരും യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മക്കളായി തീരണം. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മക്കളായി തീരുമ്പോൾ ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹവും കരുണയും കൊണ്ട് അവരെല്ലാം നിറയും. ആ കരുണയും സ്നേഹവും ആ കുടുംബത്തിലുണ്ടാവും. ആ കുടുംബത്തിൽ വസിക്കുന്നവരിൽ നിലനിൽക്കും. അവരുമായി ബന്ധപ്പെട്ട വ്യക്തികളിലേക്ക് ആ സ്നേഹവും കരുണയും ഒഴുകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് മറ്റൊന്നുമല്ല, ഈ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ലഭിച്ച സ്നേഹത്തിൻ്റെ അനുഭവം. ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് അത് ക്ഷണികമാണ്. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ സ്നേഹം അത് നിസ്വാർത്ഥ സ്നേഹമാണ്. രക്തവും വെള്ളവും അത് വേർതിരിച്ച് ഒഴുകപ്പെടുന്നു എങ്കിൽ അതിനർത്ഥം അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും അവൻ ചിന്തി എന്നുള്ളത് തന്നെയാണ്. അത്രയേറെ മനുഷ്യനെ സ്നേഹിച്ച ഹൃദയമാണ് യേശുവിൻ്റെ ഹൃദയം. യേശുവിൻ്റെ ഹൃദയം തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം, ജ്വലിക്കുന്ന ഒരു ഹൃദയമാണ്. ജ്വലിക്കുന്ന ഒരു ഹൃദയമാണ്. ഒരു കുരിശ്, അതേപോലെ തന്നെ അതിന് ചുറ്റും താഴെയായിട്ട് അഗ്നിനാളങ്ങൾ, അതിന് ചുറ്റുമായിട്ട് ഒരു മുൾക്കിരീടം വെച്ചിരിക്കുക. അതായത് സഹനത്തിലും വേദനയിലും കഷ്ടതയിലും കുരിശിൽ അഭയം പ്രാപിച്ച് ദൈവകൃപയിൽ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മെയും പഠിപ്പിക്കുക. ജ്വലനമുള്ളവരായി തീരണം. യേശുവിൻ്റെ കുരിശിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ഈ ജ്വലനം നമുക്ക് ലഭിക്കും. യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ ഈ ഒരു പ്രത്യാശ നമുക്ക് ലഭിക്കും, സമാധാനം നമുക്ക് ലഭിക്കും, സന്തോഷം നമുക്ക് ലഭിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മെ പൂർണ്ണമായും ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കാം. ഏറ്റവും ഭക്തിയോടെ തിരുഹൃദയ ഭക്തിയിൽ വളരാൻ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നാം ഓരോരുത്തരും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരും ഈ ഭക്തിയിലേക്ക് കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയം നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുഹൃദയ തിരുനാളിൻ്റെ ആശംസകൾ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഇന്നത്തെ നിയോഗം നമുക്ക് ഓർക്കാം. എല്ലാതര സാമ്പത്തിക പ്രതിസന്ധികളിൽ, കടബാധ്യതകളിൽ, വേദനകളിൽ, കഷ്ടതകളിൽ പെട്ടുകിടക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് യേശുവേ, അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ കരുണ എല്ലാവരിലേക്കും ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് സകല വിശുദ്ധരുടെയും മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് ഇടവക മധ്യസ്ഥൻ്റെ പ്രാർത്ഥനാ സഹായം നമുക്ക് യാചിക്കാം. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം മരിയൻ കൂടാരങ്ങളിലായിരുന്ന്
നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഈ ഗുഡ്നസ് ചാനലിനെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്കും പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുവാൻ, എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരാൻ, അനേകർക്ക് രക്ഷ നൽകുന്നതായി തീരുവാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ നമുക്ക് ഓർക്കാം. അവരുടെ പ്രാർത്ഥനാ സഹായം യാചിക്കാം. നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന കാവൽ ദൂതന്മാരുടെ പ്രാർത്ഥനയും അവരുടെ മധ്യസ്ഥവും നമുക്ക് യാചിക്കാം. പ്രാർത്ഥനയോടെ നമ്മെ പൂർണ്ണമായും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പരിപാവനം സുഖദായകം ആരാധ്യമാമി നിമിഷം ആത്മസൗഖ്യ നിമിഷം തിരുഹൃദയമേ തിരുഹൃദയമേ അലിവീഴും ഈശോത്തൻ കമനീയ രൂപമേ നിൻ മുന്നിൽ നിൽക്കുന്ന നിമിഷം പരിപാവനം സുഖദായകം ആരാധ്യമാമി നിമിഷം ആത്മസൗഖ്യ നിമിഷം നിൻ തിരുഹൃദയത്തിൽ ജ്വാലകളാലേ എന്നെ എന്നെന്നും ദീപ്തമാക്കൂ. നിൻ തിരുഹൃദയത്തിൽ ജ്വാലകളാലേ എന്നെ എന്നെന്നും ദീപ്തമാക്കൂ. വാഴേണമേ എൻ ഹൃദയത്തിലെന്നും എൻ സ്വന്ത ജീവനായി ആത്മാവിൻ സൗഖ്യമായി. വാഴേണമേ എൻ ഹൃദയത്തിലെന്നും എൻ സ്വന്ത ജീവനായി ആത്മാവിൻ സൗഖ്യമായി. തിരുഹൃദയമേ തിരുഹൃദയമേ അലിവീഴും ഈശോത്തൻ കമനീയ രൂപമേ നിൻ മുന്നിൽ നിൽക്കുന്ന നിമിഷം പരിപാവനം സുഖദായകം ആരാധ്യമാമി നിമിഷം ആത്മസൗഖ്യ നിമിഷം നിൻ ദിവ്യ
നിറയ്ക്കൂ നിൻ സ്നേഹവചനങ്ങളെന്നും എന്നെ വഴി നടത്തൂ. ഹൃദയമൊരുക്കാം നീ നിറയ്ക്കൂ നിൻ സ്നേഹവചനങ്ങളെന്നും എന്നെ വഴി നടത്തൂ. തിരുഹൃദയമേ തിരുഹൃദയമേ അലിവീഴും ഈശോത്തൻ കമനീയ രൂപമേ, നിൻ മുന്നിൽ നിൽക്കുന്ന നിമിഷം പരിപാവനം സുഖദായകം ആരാധ്യമാമീ നിമിഷം. ആത്മസൗഖ്യ നിമിഷം. തിരുസഭയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പിതാവിനോട്, മെത്രാന്മാരോട്, കർദിനാളന്മാരോട്, എല്ലാ വൈദികരോടും സമർപ്പിതരോടും ആത്മായ സഹോദരങ്ങളോടും ചേർന്ന് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നേ ദിവസം നമുക്കെല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെ ആക്കണമേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുഹൃദയ തിരുനാളിൻ്റെ ആശംസകൾ. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു.